മിസ്റ്റർ ലംബോ. യെസ്. തനിക്കറിയേണ്ട വാർത്തയൊന്നും ഇതിലില്ല. ഉണ്ടാവുമ്പോ വിളിക്കാം. അതിർത്തിയിലെങ്ങാനും വാറ് യുദ്ധം തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. യുദ്ധം ഉടനെ തുടങ്ങും. ഓഹോ. ഇവിടെ നമ്മൾ തമ്മിൽ. ഉണ്ണിമാഷേ. മാഷോ? അതെ മാഷേ. തന്നെ കുടിപ്പള്ളി കൊടുത്ത് എഞ്ചൂടി പഠിപ്പിച്ചോ മാഷെ എന്ന് വിളിക്കാൻ? സാറേ എന്ന് വിളിച്ചാൽ നാക്കിന് നീര് വരുവോടോ? ഒരു മിലിറ്ററി ഓഫീസറായി ഞാൻ. ബോസിനെ മാത്രമേ സാറെന്ന് വിളിച്ചിട്ടുള്ളൂ. ബാക്കി ആരായാലും ഞങ്ങൾക്ക് സർവന്റ്. സംശയം അതേ ഞെളിയാതെ നടുപടി. മിലിറ്ററി ഓഫീസർ? അതെ. തനിക്ക് കോഴിപിടുത്തവും പൂടവറിയല്ലായിരുന്നോടോ അതിർത്തിയിൽ ജോലി? ഹാംജി, ഭാരതത്തിന്റെ അഖണ്ഡത കാത്ത് സൂക്ഷിക്കാൻ എനിക്ക് അന്നങ്ങനെ ചെയ്യേണ്ടി വന്നു. കോഴിപിടുത്തവും പൂടവറിക്കലോ? ഹാംജി, പോയി ജോലി ചെയ്യടോ. ചേട്ടാ ഒന്ന് പതുക്കെ പോയി ജോലി ചെയ്യടോ. നീ ആരാടി മാർക്കറ്റ് താച്ചർ എന്നെ ഭരിക്കാൻ? മനുഷ്യൻ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ച് ചൂടായിരിക്കുമ്പോഴേ ഒരു ചവിട്ടിയെ വെച്ചെന്നുണ്ടല്ലോ. ചവിട്ടാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടാ മോക്ക് വണ്ടി അയച്ചോ? ഇല്ല, തീവണ്ടി ഇവിടെ വരും. നീ പടിയിലോട്ടിറങ്ങി കൊടിയും കാണിച്ചോണ്ട് നിൽക്ക്. തന്നെ താനങ്ങ് പിടിച്ചോണ്ടാ മതി. അയ്യോ ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യന്? രാവിലെ അങ്ങോട്ട് തുടങ്ങിയതാ. ചായ കൊടുത്ത കാർ അയച്ചു മീനാക്ഷിയെ. ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എടാ, എന്താണ് വണ്ടി അയക്കായിരുന്നു? ഇത്രയും സാധനങ്ങളായിട്ടല്ലേ വരുന്നത്. ശർക്കര വരട്ടെ, ഉപ്പേരി, കടുമാങ്ങ, അച്ചപ്പം, അച്ചാറ്, കുറെയൊക്കെ ദയ വേണ്ടേ? ഞാൻ ആംബുലൻസ് അയച്ചായിരുന്നല്ലോ ചിറ്റപ്പ. നീ അല്ലെങ്കിലും കുരുത്തലാത്തോനാ. എടോ മിലിറ്ററി, മീനാക്ഷിയുടെ എന്ന് പറ. അവളുടെ കർണം ചിറ്റപ്പം വന്നിരിക്കുന്നു. ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ വിളിച്ചോണ്ടിരുത്തി ഒരു പ്ലേറ്റ് ചൂട് കുരുത്തം കൊടുക്കാൻ പറപ്പോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മീനാക്ഷി ഒന്ന് കാണട്ടെ. ചിറ്റപ്പ 5-6 പേട്ട് വാഴയ്ക്ക വെട്ടി എരിഞ്ഞ് പുന്നയ്ക്കെണ്ണയിലിട്ട് മൂപ്പിക്കാതെ മൂപ്പിന്ന് കൊണ്ടുവരും. ഇത്തവണ ഇതിനെ ഇനി എത്ര ദിവസം സഹിക്കേണ്ടി വരുമോ എന്റെ ഒറ്റപ്പാലത്തെ ചിറ്റപ്പ. ഹലോ ഹലോ, മീനുവല്ലേ? അതേ പറ്റി. മോളെത്തിയോ? എത്തിയില്ല. ആരെങ്കിലും സ്റ്റേഷനിലേക്ക് പോയോ? സ്റ്റേഷനിലോട്ട് ആരും പോയില്ല. മോടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ വരുവുള്ളെന്നാ ഇന്നലെ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞേ. വേഗം എഴുന്നേറ്റോ? എന്തോ നേരത്തെ രാവിലെ എഴുന്നേറ്റു. മോള് വരുന്ന ദിവസമല്ലേ. ഞാൻ വിളിച്ചെന്ന് പറയണേ. ശരിയാ പറ്റി. വെക്കട്ടെ. മോളെ, ഇവിടെ അളിയനും അളിയനും കൂടി ആകപ്പാടെ കലക്കിയിട്ടിരിക്കുക. ഞാനിതൊക്കെ മോളോട് പറയാതിരിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് എന്നെ വലയിട്ട് നോക്കുകയാണ്. ഹലോ അമ്മുക്കുട്ടി, ഹൗ ആർ യു? വന്ന് കയറുന്നതിന് മുമ്പേ കലക്കാൻ തുടങ്ങിയോടോ? കലക്കലല്ല, ഞാൻ ചൈനയിലെ ടിയാൻമൈൻ സ്കൂളിലെ വിദ്യാർത്ഥിത്വത്തെ കുറിച്ച്. പെട്ടിയെടുത്ത് അകത്തോണ്ടിരിക്കോടോ. ഇത്ര ശബ്ദം വേണമായിരുന്നോ? കുറയ്ക്കാം. ഈ മോളെ അകത്തോട്ട് കയറല്ലേ? അവിടെ തന്നെ നിൽക്ക്. അവിടെ തന്നെ നിൽക്ക്. ഇത്തരം ഉപ്പുമുളക് വേലകളൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് മീനാക്ഷി അമ്മയ്ക്ക് അറിഞ്ഞൂടെ? സൂപ്പർസ്റ്റിഷൻ. എക്സാക്ട്ലി. മോളെ അപ്പച്ചി ആവാഹിച്ചെടുക്കുക. ശബ്ദം കുറയ്ക്കാം. വേണുകുട്ടൻ എവിടെ? കുപ്പിപ്പാല് കുടിച്ച് തുള്ളിച്ചാടി നടക്കുക മുറിക്കകത്ത് തന്നെ. അമ്മുക്കുട്ടി. ഡാഡി. ഓ ഡാഡി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മോൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറ. ദേ ഒരാൾക്ക് അസൂയ. ചിരിക്കുന്നുണ്ടോ? മോളെ വാ മോളെ, കുളിച്ചിട്ട് വന്നേ. കാപ്പി കുടിക്കാം. കുളിക്കാതെ കാപ്പി കുടിച്ചൂടെ? കുളിച്ചിട്ട് കാപ്പി കുടിച്ചാ മതി. ഡാഡിന് എത്ര സിഗരറ്റ് വലിച്ചു? ഇന്ന് ഞാൻ വലിച്ചില്ല. ഡ്രിങ്ക്സ് കഴിച്ചോ? നീ പൊടി ചെല്ലേ. വാ അപ്പച്ചി. ഉണ്ണി, താൻ കുടിച്ചോ? അളിയന്റെ ആങ്സൈറ്റി കാരണം എനിക്ക് 2 എണ്ണം വിടേണ്ടി വന്നു. എനിക്കെന്തോന്ന് ആങ്സൈറ്റി? കുടിച്ചത് താനും പ്രതിക്കൂട്ടിലായത് ഞാനും. സോറി അളിയ, ഇനി അളിയനെ പ്രതിക്കൂട്ടിലാക്കിയില്ല. അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. ദാ യു കാലി. ഇന്നു മുതൽ എനിക്കിനി വിട്ടുമാറാത്ത ജലദോഷമായിരിക്കും. അയ്യേ, സോറി അളിയ. അയ്യോ, ഇതെന്തോന്നാ എന്റെ പൊന്നുമോടെ മുഖത്ത് വാരിത്തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്? കസ്തൂരി മഞ്ഞൾ ദേഹകാന്തിക്ക് ഞാൻ ഇടിച്ചോണ്ട് വന്നതാ. ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേട്ടാ? ടി വി കാണുന്നൊക്കെ എന്റെ പൊന്നുമോടെ മുഖത്താണോ ഈ പരീക്ഷിക്കുന്നത്? എന്ത് പരീക്ഷണം നടത്താൻ പറ്റിയ ഒരു ഉരുപ്പടി ഇതാ ഇരിക്കുമല്ലോ. ഇതിലോട്ട് അവരുതോ ഇടിച്ചോണ്ട് വരാൻ ഒരു ചിറ്റപ്പനും അത് തേച്ച് പിടിപ്പിക്കാൻ ഒരു അപ്പച്ചിയും ഇരുന്ന് കൊടുക്കാൻ മോളും. ഇക്കണക്കിന് ടി വിയിലെങ്ങാനും കണ്ണിന് കാന്തി പകരാൻ കാന്താരി മോൾ അരിച്ച് കണ്ണി തേക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും ചെയ്യും. മോള് പോയി കുളിക്ക്. നിന്റെ അച്ഛൻ വരാറായി. നിന്നെ പഴുവത്തിലെങ്ങാനും കണ്ട അളിയന് ആങ്സൈറ്റി കൂടും. ഇപ്പോഴേ ഞാൻ ഫിറ്റാ. ഇനി അറിയാതെ 2-3 കൂടി അടിക്കും. അല്ലേ മീനു? അല്ല മീനു, മോളെ അയച്ചു വാ, നമുക്ക് അപ്പുറത്തെങ്ങാനും പോലും തേക്കാം. നല്ല അനുസരണ. എന്റെ ഒറ്റപ്പാലത്തെ ചിറ്റപ്പ, ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ കിട്ടിയില്ലേ? ഇനി എന്നാണാവോ അങ്ങയുടെ മടക്ക യാത്ര? നീ ആരാ ചോദിക്കാൻ? ദൈവം വിളിക്കും പോകും. ആ ദൈവവിളി ഇവിടെ വെച്ചുണ്ടാവല്ലേ? കുറിച്ചാൻ കെട്ട കഴിവേറി. ഇതെല്ലാം എന്റെ മോളുടെ പാചകമാണ്. മനസ്സിലായി.
പാചകമല്ല, പ്രകൃതി ചികിത്സയാണ്. പച്ചക്കറികളൊക്കെ അരിഞ്ഞടുക്കിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് പടപടാന്ന് ഞാൻ 3 അടിച്ചത്. ഒന്നും എടുക്കരുത്, ഞാൻ വിളമ്പിത്തരാം. ഇതെന്താ മോളെ? ഇത് ചിക്കൻ മൊഗലായി. എന്താ മനസ്സിലായില്ലേ? ചിക്കൻ മേളിൽ, ഇതിന്റെ ആത്മാവ് മേളിലും ശരീരം പ്ലേറ്റിലും. ഇത് മീൻ താഴെ. നീ എന്റെ മോളെ ആവശ്യമില്ലാതെ കളിയാക്കുന്നുണ്ട്. ഞാൻ സത്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അങ്കിളെ, ആദ്യം പഴം കഴിക്കാതെ ഇത് ഓരോന്നോരോന്നേ കഴിക്കണം, എങ്കിലേ ടേസ്റ്റ് അറിയൂ. ടേസ്റ്റ് അറിയാണ്ടിരിക്കാനാണ് പൊന്നുമോളെ. പഴത്തിന്റെ കൂടെ ആവുമ്പോ ഇതെല്ലാം നാവ് പോലും അറിയാതെ മോള് ഇതൊന്നും കാര്യാക്കണ്ട, അസലായിരിക്കുന്നു. എത്ര നല്ല ചിക്കൻ, എത്ര നല്ല ചപ്പാത്തി, എത്ര ഡിഷസ് എന്റെ മോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കാതെ തന്നെ അറിയാൻ പറ്റില്ലേ? അതെങ്ങനെ? അതെങ്ങനെ? ഡോക്ടർ കല്യാണി മേനൻ, യു ആർ ലേറ്റ് ഫോർ ദ ഡിന്നർ. ഐ എം സോറി ഡിയർ. ഓ, ഇന്നത്തെ ഡിന്നർ ഗ്രാൻഡ് ആണല്ലോ. എല്ലാം മോളുടെ പാചകലയാണ്. പാചക കലയല്ല അപ്പച്ചി, പാചക മായാജാലം. ഡോക്ടർ അപ്പച്ചി ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. കത്തിരിക്ക പുഴുകിയത്, വെണ്ടയ്ക്ക ദിടൽ വാട്ടിയത്, ചിക്കൻ മേളില്, മീൻ താഴെ. എന്താ? Hello, how are you, Freddy uncle? Fine. I was supposed to come to the railway station to pick you up, but this daddy and daughter took all the carts away. I didn't have time, but I was free. But how is the climate in Malaysia and Singapore? But where is your luggage, man? മലയാളത്തിൽ പറഞ്ഞാ പോരെ എന്റെ ഉണ്ണി സാറേ? കുപ്പിയൊന്നും ഇല്ലേ? നിർത്തി. പിന്നെ എന്തോന്ന് ഫ്രെഡി അങ്കിൾ? അങ്കിൾ. അങ്കിളോ? അപ്പൂപ്പൻ, ദി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. സരോയുടെ ബർത്ത്ഡേക്ക് വേണ്ടി മാത്രമുള്ള പതിവ് വിസിറ്റ് ആണോ അതോ? നോ 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 നോ, ഐ വിൽ ബി ഹിയർ ഫോർ 1 month. മലയാളത്തിൽ പറഞ്ഞാൽ മതി, മലേഷ്യ മലയാളം ഉണ്ടെങ്കിൽ. ഇയാൾക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ. വീസയില്ലല്ലോ. അതെന്ത് പറ്റി? വൈഫിന് ഇഷ്ടമല്ല. എടോ, പ്ലേറ്റുകളെല്ലാം പറക്കി അടിക്കോ? പിന്നെ പൊട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പിന്നീട് കണക്കും കൊണ്ടുവന്നാലേ എന്റെ സ്വഭാവം മാറും. ഹാപ്പി ബർത്ത്ഡേ മോളെ. नमस्कार, आज सरोज डार्लिंग की जन्मदिन है। इस अवसर पर संगीत के इस विशेष कार्यक्रम आप सुनेंगे। विद्वान वेणुगोपाल जी वायलिन पर, तबला पर उन्नी, तबला पर अल्ला तगरपरंबिल उन्नी। ओ ओ ओ क्षमा कीजिए, तगरपरंबिल उन्नी। गंजिरा पर अम्मुकुटी। അയ്യോ, ഈ തുടക്കുന്നുള്ളതിന് ഹിന്ദിയിൽ എന്തുവാ പറയുന്നത്? അയ്യേ, അതൊന്നുമല്ല, വേറൊരു വാക്കാ. അച്ഛാജി പെഹലെ രാഗ് ശിവരഞ്ജനി. ഓ, അത് ശരി. അനൗൺസർ പറയുന്ന പോലെ തന്നെ വിദ്വാൻ വായിക്കുന്നുണ്ടോ? ഈ അനൗൺസർ പറയുന്ന പോലെ തന്നെ വിദ്വാൻ വായിക്കണം, ശിവരഞ്ജനി വായിക്കണം. ഇത് അനൗൺസ്മെന്റ് നഹി ഹേ, വരട്ടി ഹി ഹേ. അടിമ വിദ്വാൻ വായിക്കേ. എന്റെ ദൈവം എന്തോ നീ കാണിച്ചത്? ഇപ്പൊ വിവരമാണ് തന്നെ. നല്ല വണ്ടി ആയതുകൊണ്ട് പിടുത്തം കിട്ടി. കണ്ണു കണ്ടോ? ചാടിയൊന്നുമല്ല, ഈ ചണ്ടാളന്മാരെല്ലാം കൂടെ എന്നെ പിടിച്ച് നല്ലതാണ്. സാർ മുതലാളിയെ കാണാൻ വന്നതാണ്. ആണെങ്കിൽ ഞാൻ കൂടെ കയറിക്കോട്ടെ? എന്തിന് സാർ? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ മുതലാളിയെ കാണാൻ വന്നിരിക്കുകയാണ്. കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് എനിക്ക് മുതലാളിയെ കണ്ടേ പറ്റൂ. കണ്ടാ മതിയോ? ഓ, എന്നാ കണ്ടോ. മുതലാളി കാർ എടുക്കണോ? മുതലാളി ഞാൻ കഴിഞ്ഞ 4 മുതലാളി കാര്യം പറഞ്ഞു. ഞാൻ പോകണം. എല്ലാം പറഞ്ഞു. ഞാൻ കണ്ടില്ലല്ലോ. കേൾക്കാത്ത നിങ്ങൾ പൊട്ടലായതുകൊണ്ട് ഷർട്ട് ചെയ്തോടെ. ഷർട്ട് പിടിക്കും. മാത്രം ആരാണോ അത്? വരാൻ പറ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്നെ ഒന്ന് കണ്ടാ മുതലാളി വരാൻ പറയുമെന്ന്. അതിന് ഉമ്മരെ ഒന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? 4 ദിവസമായി മുതലാളി ഈ കാലമാടന്മാരായിട്ട് ഒന്നും തള്ളും തുടങ്ങിയിട്ട്. താനേതാ? എന്നെ മനസ്സിലായില്ലേ? വയലിൻ ഗോപാലകൃഷ്ണന്റെ മകൻ വേണു, കമ്പനിയിലെ പാക്കിംഗ് സെക്ഷനിലെ വേണുഗോപാൽജി. മുതലാളിയല്ലേ എനിക്ക് ജോലി എന്ന്. മുതലാളി വരുമ്പോഴൊക്കെ ഞാൻ തൊഴും. മുതലാളി എന്നെ തിരിച്ചും തൊഴാറുണ്ട്. മറന്നുപോയാ? തനിക്ക് എന്താ വേണ്ടത്? മുതലാളി 4 ദിവസമായിട്ട് ഞാൻ സസ്പെൻഷനിലാണ്. ഫാക്ടറിക്കാരനൊക്കെ ഫാക്ടറിയിൽ, അതൊക്കെ ഫോർമാനും ജിഎമ്മായിട്ട് സംസാരിച്ച് തീർക്കും. ഫോർമാനുമായിട്ട് സംസാരിച്ച് തീർത്തപ്പോഴാണ് ഞാൻ സസ്പെൻഷനിലായത്. അതെ, ഈ വയലിൻ എന്തിനാ തോളിട്ടു നടക്കുന്നേ? വായിക്കൂ. ഇല്ല, ചുമ്മാ ഒരു ജാടൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടോ നടക്കണം. എന്റെ മോളെ വയലിൻ വായിച്ചാണ് ഞാൻ ഈ ഗതിയായത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക എന്ന് മുതലാളി തന്നെ അവിടെ മുക്കിനും മൂലയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് സ്റ്റാഫ് മീറ്റിംഗ് മുതലാളി പ്രസംഗിക്കുകയും ചെയ്തു. നല്ല ബെസ്റ്റ് പ്രസംഗമായിരുന്നു. അങ്ങനെ എന്റെ വിശ്രമവേളകൾ വയലിൻ വായിച്ച് ആനന്ദകരമാക്കിയപ്പോ ഞാൻ സസ്പെൻഷനിലുമായി. എന്റെ വയലിന്റെ കമ്പികളൊക്കെ പൊട്ടിച്ചളഞ്ഞു മുതലാളി. ഈ വയലിൻ എന്ന് പറയുന്നത് ഞാനാണ്. എന്റെ അച്ഛൻ വയലിൻ ഗോപാലകൃഷ്ണനാണ്. എന്റെ മുത്തച്ഛൻ കേദാരം കുട്ടപ്പൻ നായരാണ്. അങ്ങനെ പോയാൽ സാക്ഷാൽ മുത്തുസ്വാമി ദീക്ഷിതർ വരെ ഈ വയലിലാണ്. അങ്ങനെയുള്ള ഈ വയലിലാണ് ആ ക്ലാപ്പൻ ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തു. എന്ത് ഫോർമാൻ? ഫോർമാൻ എടുത്ത് കൈകാര്യം ചെയ്തു പറയായിരുന്നു. എന്തിന്? അവന് കൃമിയുടെ അസുഖം. കൊടുത്തടി, നല്ല സ്റ്റൈലടി.
അതിനെ എന്നെ സസ്പെൻഡ് ചെയ്ത്. എല്ലാ സത്യങ്ങളും സത്യമായിട്ട് തന്നെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. മുതലാളി ഇത് വായിച്ചിട്ട് ഇപ്പൊ തന്നെ അവന്റെ പേര് നടപടി എടുക്കണം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പൊ എടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാ, ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരണം. വാ. ഈ വയലിൽ നിന്ന് വായിച്ചേ. എന്തോന്ന് എടുത്തിട്ട് വായിക്കാൻ? ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? കമ്പി ഇല്ലാതെ ഇതിലിട്ട് ഒരച്ച ശബ്ദം വരൂല. ഓ, കമ്പിയും വാങ്ങിച്ചിട്ടുണ്ട് വന്ന്. മോള് പറയുന്ന പോലെ ഒക്കെ ഞാൻ വായിച്ചുതരാം. ഡാഡിയോടെ എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യൂ. ഞാൻ പോട്ടെ. കമ്പി മാറ്റിയിട്ട് നാളെ വരാം. ഇത് ഡാഡിയുടെ കൊടുക്കണേ. ഈ പാച്ചുവിനടുത്തും ഗോവാലടുത്തും എന്നെ ഒന്ന് കയറ്റി വിടാൻ പറയണം. ഞാൻ കേട്ടില്ല. നാളെ ഞാൻ വരുമ്പോ എന്നെ വിട്ടിട്ട് ഒതുക്കാൻ ശ്രമിക്കരുത്. വലിയ സൈസ് ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കും. ഈ സ്പെഷ്യൽ ദോശ ആർക്കാ മുത്തശ്ശി? ഇത് വേണുവിന്റെ പതിവ് ദോശയാ. ആഹാ, ഞാൻ വിചാരിച്ച് വിൽക്കാനായിരിക്കും. പോടാ. കേട്ടോ ഉണ്ണി, 8ാം വയസ്സിൽ കീർത്തനം വായിക്കുമായിരുന്നു ഗോപാലകൃഷ്ണൻ. പിന്നെ 12ാം വയസ്സിലാ ആദ്യത്തെ സഭാ കച്ചേരി. നല്ല എരി അല്ലേ? പഞ്ചാര ഉണ്ടോ മീനു? പഞ്ചാരക്കൊക്കെ ഇപ്പൊ വില കൂടുതലാ. ശരിയാ, കിലോക്ക് 15 രൂപ കൊടുത്താ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ മേടിക്കുന്നത്. നീ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ വേണുവിനും കൂടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുണ്ണിയെ. എന്റെ ജോലി തന്നെ ആടി ആടി നിൽക്കുക വേണുവിന്റെ അമ്മ. പിന്നെയാ അതെ വന്നല്ലോ, ദീർഘായുസ്. മുതലാളിയെ കണ്ടോടാ? കണ്ടോന്നോ? എന്നെ കണ്ട ഉടനെ കൈ പിടിച്ച് കുലിക്കിട്ടൊരു ഒറ്റ ചോദ്യമാണ്, എത്ര നാളാണ് കണ്ടിട്ടത്? ജോലിയുടെ കാര്യം എന്താ പറഞ്ഞു? ജോലിയുടെ കാര്യോ? കേട്ടോ ഉണ്ണി, അകത്ത് വിളിച്ചിരുത്തി ഉള്ള ജിലേബി അലുവ ലഡു ഒക്കെ തീറ്റിക്കുമ്പോഴാണോ ജോലിയുടെ കാര്യം? അതൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓർഡർ ഇട്ട് ഇങ്ങോട്ട് അയക്കും. സഹോദരിമാരെ, നിങ്ങളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ജോലിയും പ്രൊമോഷനൊക്കെ കിട്ടിക്കോട്ടെ. ഓരോ കേസ് കെട്ടുകളായിട്ട് ഒതുക്കി മാറ്റിത്തരാം. എത്ര ദോശ തിന്നടേ നീ? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. എനിക്കൊന്നുമില്ലേ? മുതലാളിയുടെ ലഡു അലുവയും ബോളിയൊക്കെ ചെലുത്തിയതല്ലേ, ഇനി നീ ചെലുത്തണ്ട. നീ ഇന്ന് എന്നെ കാക്കൈ ചെറുകനിലെ വായിച്ചു കേൾപ്പിക്കണം. ഇന്നോ? അയ്യോ, കമ്പിയൊക്കെ പൊട്ടിക്കിടക്കാണ് മുത്തശ്ശി, എന്റെയും വയലിന്റെ. എനിക്ക് ആകപ്പാടുള്ള ഒരു ഫാനാണ് മിസ്സസ് കേദാരൻ കുട്ടപ്പൻ നായർ. അറിയാം, ദോശക്കല്ല് കണ്ടുപിടിച്ച അമ്മൂമ്മയല്ലേ? നിന്നെ ഇവിടെ കണ്ടുപോലെന്ന് പറയട്ടില്ലേ? പഞ്ചാംഗത്തെ പാകാതെ. മിസ്റ്റർ കുട്ടി, എങ്ങനെയുണ്ട് ഞാൻ വരച്ച? അയ്യേ, ഒരു വൃത്തിയായിട്ട ശബ്ദം. നിനക്ക് നിക്കലിന്റെ അസുഖമുണ്ടോ? എടാ, കാലത്ത് പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്ത് വെച്ച് ഞെക്കുന്ന പോലെ പെയിന്റിന്റെ ട്യൂബ് എടുത്ത് വെച്ച് ഞെക്കി കൊത്തമ്മേശയുടെ കത്തിയിൽ തേച്ച് അമുക്കി അമുക്കി പിടിപ്പിച്ചിട്ട് ഡിക്ഷണറി നോക്കി വായിക്കൊള്ളാത്തൊരു പേരിടും, ഡിംഗോളിഫിക്കേഷൻ സിംഗ്രണി. ഇതിന്റെ താഴെ ഒന്നും എഴുതി വെക്കണ്ട, ഇത് കണ്ടറിയാൻ ചെമ്പരത്തിപ്പൂവാണെന്ന്. ഇന്ന് വരെ ചെമ്പരത്തിപ്പൂ കണ്ടിട്ടില്ല. സായിപ്പ് മദാമം വരെ പറയും, ഓ ചെമ്പരത്തിപ്പൂ, ഓ ചെമ്പരത്തിപ്പൂ. ഓ ചെമ്പരത്തിപ്പൂവല്ല, ഒരേ ചെമ്പരത്തിപ്പൂ. വർഷങ്ങൾ എത്രയായി നീ ഇതേ ചെമ്പരത്തിപ്പൂവിൽ തൂങ്ങിക്കിടക്കുന്നു. അതേസമയം ഞാനോ അങ്ങ് വളർന്നു വലുതായി ആകാശം മുട്ടി. നിന്റെ ഒരു കാര്യം, ഊശാൻ താടി, നാടന്ന ജുബയും കൂറ സഞ്ചിയും അസൂയ കൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. അസൽ പിച്ചക്കാരന്റെ ലുക്കുണ്ട്. എന്റെ സ്മൈലി ആണ്, എനിക്ക് പോണം, തീവണ്ടിക്ക് സമയമായി. എടാ ഉസലം പറ്റി കുറച്ചും കൂടി ഇരിയുടെ കുട്ടി, ഇത് പെയിന്റ് അടിച്ച് ഇപ്പ വരാം. എടാ പെയിന്ററെ, കുറച്ച് പെയിന്റ് എടുത്തുകൊണ്ട് വാ. ആരാടാ നിന്റെ പെയിന്റർ? പാരട്ടാക്രി. എന്താ സ്മൈലി ഈ ചുള്ളിക്കമ്പമായിട്ട്? ചുള്ളിക്കൊമ്പോ? ഇതാണ് സോൾ ഓഫ് കേരള. ഇത് കാപ്പിയുടെ വേറല്ലേ? അതെ, കാപ്പി കേരളത്തിന്റെ സോളല്ലേ കൂട്ടാ. ഇത് സോൾ ഓഫ് കേരള. സോൾ ഓഫ് ഇന്ത്യക്ക് ഇപ്പൊ തീരെ വിലയില്ല. ഇത് പെയിന്റിൽ മുക്കിയെടുത്ത സായിപ്പന്മാരും മദാമന്മാരും ഇത് വാങ്ങിയിട്ട് അമേരിക്കയിലും ലണ്ടനിലും ആഫ്രിക്കയിലുള്ള അവരുടെ വീടുകളിൽ കൊണ്ടേ വെക്കും. കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? അല്ല, നിന്റെ സസ്പെൻഷൻ പിൻവലിച്ചോ? വേണു, നീ ഒരു കലാകാരനാ, വലിച്ചെറിയൂ നിന്റെ ജോലി. കലാകാരന്മാർ കൂലിപ്പണിക്കാരാവരുത്. കാടൻ മുതലാളിമാർക്ക് അവന്റെ വില അറിയില്ല. അവന്റെ ലോകം അവൻ കണ്ടെത്തണം. അവിടെ സസ്പെൻഷൻ ഇല്ല, ഡിസ്മിസൽ ഇല്ല. സ്വന്തമായിട്ട് വേരുകളില്ലാത്ത ഇവൻ എന്തും പറയും. എന്റെ പൊന്നുകുട്ട, ജോലി കളയരുത്. ആരുടെ കാല് പിടിച്ചെങ്കിലും നീ തിരിച്ചു കയറണം. ചിക്കുമുക്ക് ചിക്കുമുക്ക് റെയിലേ.